ജനസംഖ്യയുള്ള വലിയ ഒരു നമ്മളൊരു 1 lakh പറയാം, നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, 1,00,000 ആളുകൾ എന്നൊക്കെ പറയാം. അത്രയും വിശാലമായ പിന്നെ കുടുംബ കണക്ഷനുള്ള ചെയിനുള്ള ഒരു വിഭാഗമാണ് ഖുറൈശ് അറബികളിലെ. അതുപോലെ വേറെയും ഒരുപാട് ഗോത്രങ്ങൾ അറബ് ലോകത്ത് തന്നെ ഉണ്ട്, ഇജാസിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാവാറുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ യുദ്ധം പരസ്പരമായി ചേർന്ന് പിന്നെ ചേരി തിരിഞ്ഞ് ഗോത്രങ്ങൾ പരസ്പരം പോരടിക്കൽ പതിവായിരുന്നു. ഗോത്രങ്ങളും ഗോത്രങ്ങളുമായിരുന്നു. നമ്മൾ രാജ്യങ്ങൾ എന്ന് പറയുന്ന പോലെ ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എത്ര ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം സ്റ്റേറ്റ് പറയാം, കേരളവും തമിഴ്നാടും തമ്മിൽ. തമിഴ്നാട് ഒരു ഗോത്രമാണ്, കേരളം ഒരു ഗോത്രമാണ്. അപ്പോൾ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ കേരളം എന്നൊരു ഗോത്രമാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ ഫൈറ്റ് ചെയ്യും, യുദ്ധം, ആളുകൾ ആട്ടുകൊണ്ട് സൈന്യത്തെ എന്ന പോലെ അത്രക്കും വലിയ സൈനിക ശേഷിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഖുറൈഷ് എന്ന് പറയുന്ന ഈ ഒരു വിശാലമായ ഒരു ഗോത്രത്തിന്റെ ലീഡർഷിപ്പിലേക്ക്